destroy every proud obstacles that keeps people from knowing God. We capture their rebellious thoughts and teach them to obey Christ Jesus. ഖുറാനിലൊരു കഥയുണ്ടല്ലോ, ആനപ്പടയും കൊണ്ട് ഒരാൾ ആക്രമിക്കാൻ വന്നു. കാബ ആക്രമിക്കാൻ ആനപ്പടയും കൊണ്ട് വന്നപ്പോൾ അള്ളാഹു ഒരു പക്ഷിപ്പടയെ ഇറക്കി. ഈ പക്ഷിപ്പടയുള്ളത് സുലൈമാൻ നബിക്കായിരുന്നു. അപ്പൊ സുലൈമാൻ നബിയുടെ പക്ഷിപ്പടയെ കടമെടുത്തുകൊണ്ട് വന്ന് ആ പക്ഷിപ്പടയോട് പറഞ്ഞു, നിങ്ങൾ ചുട്ടുപഴുത്ത കല്ല് ഈ ആനകളുടെ മുകളിലിടാൻ പറഞ്ഞു അള്ളാഹു. അങ്ങനെ പക്ഷികൾ ചുട്ടുപഴുത്ത കല്ല് കൊണ്ടുവന്ന് ആനകളുടെ മേലെ ഇട്ട് ആനയെ എല്ലാം കൊന്നു മുടിച്ചു എന്നാണ് ആന എന്ന അധ്യായത്തിൽ പറയുന്നത്. നിന്നെ എടുത്തത് സംസാരിക്കാൻ തന്നെയാണ്. ഇടയ്ക്ക് കയറല്ലേ. ലീ സിസ്റ്റർ പറഞ്ഞതിന് ശേഷം നിനക്ക് തെളിവ് വല്ലതും ഉണ്ടെങ്കിൽ തെളിവ് വെച്ചിട്ട് മുന്നിലോട്ട് സംസാരിക്കാം. കിടന്നേ മോങ്ങാതെ വീരു. പറ ലീ സിസ്റ്റർ. ഓക്കെ. അപ്പോ ഇയാള് ഈ ആനയുടെ ചാപ്റ്റർ ഉണ്ടല്ലോ, ആനയുടെ ചാപ്റ്ററിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാനാണ് സൃഷ്ടാവ് അല്ല, നീ എവിടെ, നിന്റെ പക്ഷികൾ എവിടെ എന്ന് വെല്ലുവിളിച്ച് അള്ളാഹുവിനെയും കല്ലിനെയും ഒക്കെ പരിഹസിച്ചിട്ട് അയാളുടെ നാട്ടിൽ കൊണ്ടുപോയി. പിന്നെ ആ കല്ല് തിരിച്ചു കൊണ്ടുവരുന്നത് അനേകം നാളുകൾ കഴിഞ്ഞ് ഫത്തീമിലെ ഖലീഫ അൽ മൻസൂർ ചുമ്മാതെ കൊണ്ടുപോകലായിരുന്നല്ലോ. കല്ല് പറിച്ചെടുത്ത് കുത്തി പൊളിച്ചെടുത്തിട്ട് 2 കഷ്ണമാക്കി പുള്ളി എടുത്തോണ്ട് പോയി അവിടെ ചെന്ന് ലാട്രിനിൽ കൊണ്ടുപോയി വെച്ചു. കാല് വെക്കാൻ വേണ്ടിയിട്ട്, ടോയ്ലറ്റിൽ അപ്പിയിടാൻ വേണ്ടി കാല് വെക്കാൻ വേണ്ടിയിട്ട് ഈ കാവിലെ കറുത്ത കല്ല് യൂസ് ചെയ്തു. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അത് നമ്മൾ വിട്ടുപോകല്ലേ. വീരു അടങ്ങി വീരു. അതിനുശേഷം ഈ കല്ലിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള മനുഷ്യർക്ക് അറിയാൻ തുടങ്ങി. കാരണം കല്ലില്ലെങ്കിൽ അവരെങ്ങോട്ട് നോക്കി ആരാധിക്കും. കല്ലാണല്ലോ അവരുടെ ആരാധനാമൂർത്തി. അപ്പോ ഈ അവരുടെ വേറൊരു ഖലീഫ, ഫത്തീമിലെ ഖലീഫ അൽ മൻസൂർ അൽ ഫത്മി, അയാൾ ചെന്നിട്ട് ഇയാളുടെ കാലിൽ വീണു. അബൂ താഹിർ അൽ കുർമത്തി അയാളുടെ കാലിൽ വീണ് ഒരു വലിയ സംഖ്യ ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് ആ കല്ല് വേണം, കല്ലില്ലാണ്ട് ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റത്തില്ല, എവിടോട്ട് നോക്കി ആരാധിക്കും. അങ്ങനെ പറഞ്ഞ് അയാൾ ആ വലിയ ഒരു സംഖ്യ മേടിച്ച് ഈ പൊട്ടിച്ച കല്ല് 2 കഷ്ണമാക്കിയ കല്ലിനെ, ആ കല്ലാണോ ഏത് കല്ലാ തിരിച്ചു കൊടുത്തെന്ന് ദൈവത്തിന്. അയാൾ എന്നിട്ട് ഈ കല്ല് മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഈ കല്ല് എത്ര ഇമ്പോർട്ടന്റ് ആണ്. മുസ്ലിങ്ങൾക്ക് ഈ കല്ല് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ അള്ളാഹു ഇട്ട് കൊടുത്ത കല്ലാണെങ്കിൽ അള്ളാഹു അതിനെ സംരക്ഷിക്കണ്ടേ? ആനക്കാര് വന്നപ്പം പക്ഷികളെ വിട്ട് അതിനെ എടുത്തുവെങ്കിൽ ഈ അബൂ താഹിർ വന്നപ്പോൾ എന്തുകൊണ്ടാണ് അത് സംരക്ഷിക്കാൻ അള്ളാഹു പറഞ്ഞത്? അള്ളാഹു അപ്പോ ഹൈബർനേഷനിലായിരുന്നു. 20 വർഷത്തോളം ഇയാള് കയ്യിൽ വെച്ചോണ്ടിരുന്നു മൂത്രം ഒഴിക്കാൻ. ഞങ്ങൾ ഇവിടെ തെളിവ് വെച്ചിട്ടാണ് പറയുന്നത്. പുസ്തകം ഞാൻ ഓൾറെഡി മേളിൽ പിൻ ചെയ്യാം. അബൂ താഹിർ ഈ കാബയിൽ ഇരിക്കുന്ന കല്ലിനെ ഏതാണ്ട് 20 വർഷം അദ്ദേഹം ടോയ്ലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സഹോദര ഇടയ്ക്ക് കയറരുത്. താങ്കൾക്ക് അവസരം തരുമ്പോൾ താങ്കൾ പറയുക. ഇടയ്ക്ക് കയറല്ലേ സഹോദര പ്ലീസ്. താങ്കൾക്ക് തെളിവ് ഞാൻ പറയുന്നതിൽ എനിക്ക് തെളിവില്ലെങ്കിൽ താങ്കൾക്ക് പറയാം. ബ്രദറെ, താങ്കൾ തെളിവില്ലാതെയാണ് പറയുന്നത്. സഹോദര, താങ്കൾക്ക് കുഴപ്പമില്ല. അപ്പിക്കല്ലിനെ പോയി നക്കല്ലേ ഇന്നും ജീവനോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പിക്കല്ലിനെ പോയി അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് അതിനെ പോയി നക്കാനല്ലേ പോകുന്നത്. കുഴപ്പമില്ല. അപ്പൊ അപ്പിക്കല്ലിനെ ആരാധിക്കുന്നവരൊക്കെ കുറച്ചു നേരം ഒന്ന് അടങ്ങിയിരിക്കുന്നതാണ് നല്ലത്. പുസ്തകം മേളിൽ ഇട്ടിട്ടുണ്ട്. ദ ബുക്ക് ഓഫ് ദ ഗവൺമെന്റ് ഓർ ദ റൂളേഴ്സ് ഓഫ് ദ കിങ്സ് ആൻഡ് സിയാർ അൽ മുൽക്ക് അല്ലെങ്കിൽ സിയാസത്ത് നാമ. ഇത് നിസാം അൽ മുൽക്ക്, മുസ്ലിം തന്നെ എഴുതിയ നിസാമാണ് അദ്ദേഹം. ഒരു ഫുൾ ഏരിയയുടെ ഗവർണർ നിസാം, ഹിസ് എ ടോപ്പ് പൊസിഷൻ. ആ നിസാം അൽ മുൽക്കാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പേജ് നമ്പർ 229, പേജ് നമ്പർ 230 വളരെ കൃത്യമായി ഇപ്പം ലീസിസ്റ്റ് പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല, ഞങ്ങൾ അപ്പിക്കല്ലിനെ അല്ല നക്കാൻ പോകുന്നത്, അത് വേറെ നല്ല കല്ലാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. തെളിയിച്ച് കാണിക്കണം. പുസ്തകത്തിൽ നിന്ന് തെളിയിച്ച് കാണിക്കണം. ഞങ്ങൾ ഇവിടെ ഇസ്ലാമിക ഗ്രന്ഥമാണ് ഞങ്ങൾ കോട്ട് ചെയ്യുന്നത്. ലീസിസ്റ്റർ കണ്ടിന്യൂ ചെയ്യും സിസ്റ്റർ. അവന്റെ കുരു കൂട്ടിയിട്ടാൻ കയറി വന്നു. അപ്പൊ ഇവിടെ വരുന്ന 2 ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഞാൻ വായിക്കുന്നതെല്ലാം മുസ്ലിങ്ങൾ എഴുതിയ ഹിസ്റ്ററി പുസ്തകത്തിൽ നിന്നാണ്. ഈ ആനക്കാർ വന്നപ്പോ പക്ഷിപ്പടയെ ഉപയോഗിച്ച് ആനകളെ എല്ലാം കൊന്നു തീർത്തത് ഈ കാബയില് 360 വിഗ്രഹം ഇരിക്കുന്ന കാലത്താണ്. അതായത് മുഹമ്മദിന്റെ ജനനത്തിന് മുമ്പാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഈ 360 വിഗ്രഹങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു പക്ഷിപ്പടയെ അയച്ച് ആനകളെ എല്ലാം കൊന്നുകളഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിന് ശേഷം മുഹമ്മദ് വിഗ്രഹങ്ങളെ എല്ലാം മാറ്റി ഈ കല്ലിനെ മാത്രം അവിടെ വെച്ച കാലത്ത് അള്ളാഹു തീർച്ചയായിട്ടും ഈ അബൂ താഹിർ തിർമത്തിയിൽ നിന്ന് സംരക്ഷിക്കേണ്ടതല്ലായിരുന്നു? ഒരു പക്ഷിപ്പടയെ അയക്കേണ്ടതായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അള്ളാഹു ഇത് സംരക്ഷിക്കാഞ്ഞത്?
എന്തുകൊണ്ടാണ് 20 വർഷം ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു ഒന്നും ചെയ്യാഞ്ഞത്? ഈ മനുഷ്യന്മാരാണല്ലോ പിന്നെ കാശ് കൊടുത്ത് കൊണ്ടുപോയിട്ട് ഇത് തിരിച്ചു കൊണ്ടുവന്നത്. അള്ളാഹു എല്ലാം സംരക്ഷിക്കുമെന്ന് നിങ്ങൾ പറയും. എന്തുകൊണ്ടാണ് അള്ളാഹു ഈ കാബയെയോ ഈ കല്ലിനെയോ സംരക്ഷിക്കാതെ ഇപ്പൊ അത് 8 പീസായിട്ട് അവിടെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഇതാണ് ഇവിടെ ഞാൻ വെക്കുന്ന ചോദ്യം. ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിന് ഉത്തരവൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ ആരെങ്കിലും മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഈ കറുത്ത കല്ല് ഒരിക്കലും പാപം വലിച്ചെടുക്കില്ല. ഇറ്റ് ഈസ് എ ഭൂലോക മണ്ടത്തരം നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഓൺലി ഗോഡ് ക്യാൻ ഫോർഗിവ് സിൻ ആൻഡ് ഓൺലി ജീസസ് ക്രൈസ്റ്റ് ഹു ഡൈഡ് ഫോർ യു ആൻഡ് മീ, ഓൺലി ഹി ക്യാൻ ഫോർഗിവ്. അല്ല, പ്രൂഫ് വേണ്ടത് അക്കാഡമിക് ആയിരിക്കണം, അല്ലാണ്ട് ചുമ്മാ വായിൽ പറയാനും ഇത് വാ തുറക്കരുത്. ഓക്കെ, നസ്രിൻ ബ്രദർ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ ലീ സിസ്റ്റർ വളരെ കൃത്യമായി അതിൻ്റെ തെളിവ് വെച്ചിട്ട് കാര്യങ്ങളെ അവതരിപ്പിച്ചു. മുസ്ലിങ്ങൾ പ്രീ ഇസ്ലാമിക് ടൈമിൽ മുഹമ്മദിൻ്റെ കൂട്ടരും കറുത്ത കല്ലിനെ ആരാധിച്ചിരുന്നു. കറുത്ത കല്ലിനെ മാത്രമല്ല, കല്ലിനെ അവർ ആരാധിച്ചിരുന്നു. കല്ലിന് ചുറ്റും അവർ തവാഫ് ചെയ്തിരുന്നു. കല്ല് കിട്ടാതെ വരുമ്പോൾ അവർ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിട്ട് ആ മണ്ണിൻ്റെ മുകളിലേക്ക് ഒരു ആടിനെ കൊണ്ടുവന്ന് ആടിൻ്റെ പാൽ ഒഴിപ്പിച്ചിട്ട് അവർ അതിന് ചുറ്റും തവാഫ് ചെയ്യുമായിരുന്നു എന്ന തെളിവുകൾ നമുക്ക് കിട്ടി. ഇന്നും ഇവർ കാബയിൽ അള്ളാഹുവിൻ്റെ കല്ലിനെ പ്രതിഷ്ഠിച്ചിട്ട് ആ കല്ലിന് നാക്കും വായും ഒക്കെ കിട്ടും, കണ്ണും വായും ഒക്കെ കിട്ടും. ഈ കല്ല് അള്ളാഹുവിൻ്റെ കൈ, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ കൈ പോലെയാണ്, ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ മനുഷ്യരുടെ പാപം വലിച്ചെടുക്കും എന്നുള്ള ഈ പല കാര്യങ്ങളും മുഹമ്മദ് പഠിപ്പിച്ചു. ഈ കല്ലിനെയാണ് അബൂ താഹിർ, കറാമാത്തികളുടെ ലീഡറായിരിക്കുന്ന അബൂ താഹിർ പൊട്ടിച്ചുകൊണ്ട് പോയി ടോയ്ലറ്റ് ചെയ്യാൻ, അപ്പിയിടാൻ വേണ്ടി യൂസ് ചെയ്തത്. ഒരു കല്ല് വലിയ, ഇത് 8 പീസായി, ഇത് പിന്നത്തേതിൽ 8 പീസായത്. ഇത് ശരിക്കും ഇച്ചിരി വലിയ കല്ലായിരുന്നു. പുള്ളി അതിനെ പൊട്ടിച്ചിട്ട് 2 കഷ്ണമാക്കിയിട്ട് പുള്ളി അതിനെ ലാട്രിനിൽ ചെന്ന് വെച്ച് 2 കാലും, ഈ പണ്ടത്തെ നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് അറിയാമല്ലോ, വെസ്റ്റേൺ ക്ലോസറ്റ് അല്ല, ഇന്ത്യൻ ടോയ്ലറ്റ്സിനകത്ത് നമ്മളിങ്ങനെ 2 സൈഡിലും ആയിരുന്നല്ലോ കാല് വെക്കുന്നത്. അങ്ങനെ പുള്ളി കാല് വെക്കുന്ന ആ സ്ഥലത്ത് പുള്ളി ഈ കല്ല് അവിടെ ചെന്ന് സിമെന്റ് ചെയ്ത് പ്രതിഷ്ഠിച്ചു. അപ്പോൾ വീരു, താങ്കൾക്ക് വേണോ വേണ്ടയോ എന്നൊന്നും ഞങ്ങൾക്കറിയണ്ട. ഈ ബുക്ക് എടുക്കത്തില്ല, നീ PDF എടുക്കത്തില്ല, ഹൂ കെയർ അബൌട്ട് യു? നീ ആരുടെ പുസ്തകം എടുക്കാതിരിക്കാനോ? എല്ലാ ലോകത്തിലുള്ളവരും, ഡിജിറ്റൽ വേൾഡിൽ എല്ലാ ലോകത്തിലുള്ളവരും ഈ പുസ്തകങ്ങൾ വായിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. വേണമെങ്കിൽ നീ എടുത്താൽ മതി, നിനക്ക് വേണ്ടെങ്കിൽ നീ എടുക്കണ്ട. മനസ്സിലായില്ലേ? കാര്യം പിടികിട്ടി വീരു? വീരുവേ, താഴെ 2 സഹോദരന്മാർ മേളിൽ റിക്വസ്റ്റ് ചെയ്തായിരുന്നു, നിങ്ങൾക്ക് മേളിൽ കയറി വരാം. ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ നമുക്ക് വീരുവിലേക്ക് കടന്നു പോകാം. ആരാണെങ്കിലും പേഴ്സണൽ ഹരാസിന് ഇവിടെ സമ്മതിക്കില്ല. ഇന്ന് ഇവിടെ സിസ്റ്റർ പറഞ്ഞതും താങ്കൾ പറഞ്ഞതൊക്കെ വിത്ത് എവിഡൻസ് വെച്ചാണ്. അപ്പൊ അത് വെച്ച് സംസാരിക്കുക. പേഴ്സണൽ ഹരാസിനോ ഇവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തോളൂ. വീരുവേ, ഈ ബുക്ക് കൃത്രിമമാണ് എന്നുള്ളത് നിങ്ങൾക്ക് വിവരക്കേടായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ടുള്ള PDFs, ഇത് കൃത്യമായിട്ടുള്ള ബുക്കുകൾ ഇവിടെ അവൈലബിൾ ഉണ്ട്. വേണമെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നിനക്ക് വായിക്കാം. മനസ്സിലായില്ലേ? വേണമെങ്കിൽ നിനക്ക് വായിക്കാം, വേണ്ടെങ്കിൽ നീ വായിക്കണ്ട. ആരാ ഈ നിസാം അൽ മുൽക്ക്? ആരാ അറിയാമോ? സിയാർ അൽ മുൽക്ക് ആരാണ്? സിയാർ അൽ മുൽക്ക് എന്ന പുസ്തകം കേട്ടിട്ടുണ്ടോ? സമാധാനത്തിൽ അവസരം തന്നിട്ടാണ് താങ്കളോട് ചോദിക്കുന്നത്. സിയാർ അൽ മുൽക്ക് കേട്ടിട്ടുണ്ടോ? എന്ത് തള്ളിമറിച്ചത് മറിച്ചിടാൻ? വീരു, നീ മറിച്ചിടാനാ പോകുന്നത്? വീരു, ഇവിടെ ഞങ്ങൾ എന്തുവാ പറഞ്ഞത്? പിടയ്ക്കാൻ ഞാൻ മുഹമ്മദ് അല്ലല്ലോ. അയ്യോ ആയിഷ, എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന ആയിഷ, കൈമറിൽ നിന്ന് കഴിച്ച ആ വിഷത്തിന്റെ വേദനയും ഞാൻ അനുഭവിക്കുന്ന എന്ന് പറയാൻ ഞാൻ മുഹമ്മദ് അല്ലല്ലോ. മുഹമ്മദ് അങ്ങനെ പിടച്ചായിരുന്നോ വീരു? ചാകാൻ കിടക്കുമ്പോൾ ആ കൈബറിൽ നിന്ന് കഴിച്ച വിഷത്തിന്റെ വേദന എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് മുഹമ്മദ് പറഞ്ഞ് പിടച്ചായിരുന്നോ ഇല്ലയോ? സഹോദര, യൂഷ്വലി ഒരു പന്നിയുടെ കഴുത്ത് അറുത്തിട്ട് പന്നിയെ ഇങ്ങനെ പിടയ്ക്കാൻ വേണ്ടിയിട്ട് വിടുമ്പോൾ പന്നി കിടന്ന് ഇങ്ങനെ പിടയ്ക്കും. അതുപോലെ മുഹമ്മദ് പിടച്ചായിരുന്നോ വീരു? പന്നിയുടെ കഴുത്ത് അറുത്ത് കഴിഞ്ഞിട്ട് പന്നിയെ ഇങ്ങനെ താഴോട്ട് ഇടുമ്പം താഴെ കിടന്ന് പിടയ്ക്കുന്നത് പോലെ മുഹമ്മദ് പിടച്ചായിരുന്നോ വീരു? മുഹമ്മദ് പിടച്ചായിരുന്നോ? ഒരു പന്നിക്കുട്ടനെ പോലെ മുഹമ്മദ് പിടച്ചായിരുന്നോ? പറയണ്ട, താങ്കൾ പറയണ്ട. 2 മിനിറ്റ് സമയം തന്നു. ഇവിടുത്തെ വിഷയം എന്തുവായിരുന്നു? ഇവിടുത്തെ വിഷയം എന്തായിരുന്നു? അത് ഞാൻ തീരുമാനിച്ചോളാം. ചോദിക്കേണ്ട വേണ്ട. ഇവിടുത്തെ വിഷയം എന്തുവായിരുന്നു? ഇവിടുത്തെ വിഷയം എന്തായിരുന്നു വീരു? അത് പറ വീരു, ഇവിടുത്തെ വിഷയം എന്തായിരുന്നു? തെളിവ് പറ. എവിടെ നിന്ന്? തെളിവ് പറ. അല്ല, അത് പിന്നെ നിന്റെ എന്തെങ്കിലും വിവരക്കേട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നീ എവിടെ നിന്ന് പറയാൻ പോകുന്നു? തെളിവ് പറ. ഞാൻ മിണ്ടാതിരിക്കാം. നീ പുസ്തകത്തിന്റെ റെഫറൻസ് പറ.
എന്റെ പൊന്നാങ്കട്ടെ, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കേ. 2 മിനിറ്റ് ഒന്ന് ഞാൻ പറയാനുള്ള മിണ്ടാതിരിക്കാവുന്ന അവസരം നീ തരുമോ? എന്റെ പൊണ്ണ് പിന്നെ ടേട്ടാ, ഞാൻ പ്ലീസ് മിണ്ടാതിരിക്കുവാണ്. നീ ആദ്യം എനിക്ക് പുസ്തകത്തിന്റെ പത്തനംതിട്ട തെളിവ് പറ. ഏരിയ എവിടെ പോയിട്ട് ഞാൻ നിന്നാണ് നിങ്ങളുടെ ഒരു ഡീൽ നോക്കാം. എവിടെ നിന്നാണ് വെളുപ്പിക്കാൻ പോകുന്നത്? വഹിയിട്ടിതാ ഞാൻ വെളുപ്പിച്ചോളാന്നേ, ഞാൻ വെളുപ്പിച്ചോളാം. അത് പറ, റെഫറൻസ് പറയൂ. ഞാൻ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കില്ലേ? ഇപ്പൊ ലീ ഏ സിസ്റ്റർ മറിച്ച് നിന്നോട് പറഞ്ഞ എന്തെങ്കിലും വിവരക്കേട് കാര്യങ്ങൾ പറയാനുള്ള സ്ഥലമാണോ? നിന്നോട് ചോദിക്കല്ലെന്ന്. എടാ ചോദിക്കാനാടാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നേ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചോദിക്കേ. പറയാനുള്ള അങ്ങനെ അവസരം പറ്റത്തില്ലല്ലോ, അങ്ങനെ പറ്റത്തില്ലല്ലോ. ഏരിയ എന്ന് പറഞ്ഞ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാൽ പ- ഓ അങ്ങനെ ഓ ചെയ്യാം. ഓ അല്ലാതെ ഓ, ഞാൻ മുഹമ്മദിനെ ഇങ്ങനെ പോലെ അല്ലല്ലോ. എനിക്ക് ഒരു പറഞ്ഞിട്ടല്ല അപ്പനേ കാര്യം. ഉള്ളൂ. മുഹമ്മദിന്റെ അപ്പൻ എനിക്ക് 2 ആരാണെന്ന് പെൺകുട്ടികൾ നാട്ടുകാർക്ക് പറഞ്ഞ അറിയത്തില്ല. ഒരാളെ കൂടി വർത്താനം പറയാൻ വിളിപ്പിച്ചിട്ട് മുഹമ്മദിന്റെ തർക്കം അപ്പൻ ഉണ്ടാക്കാൻ ആരാണ് പറ്റില്ല. എന്ന് നാട്ടുകാർക്ക് അറിയത്തില്ല. നീ ആമിന പോടെ പോടെ കടന്ന്. നാട്ടിലുള്ള നീയൊക്കെ ഇരുന്ന് പുരുഷന്മാരെ എല്ലാം അല്ലാതെ വീട്ടിൽ വലിച്ചു എന്റെ കയറ്റിയിട്ട് വായിലുള്ള കേട്ട് ആമിന ഞാൻ ആളെ അവരുമായി വിളിപ്പിച്ചിട്ട് ലൈംഗിക ബന്ധത്തിലാണ് മുഹമ്മദിനെ ഇന്ന് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഒറ്റ തന്തയ്ക്ക് തന്തയാണെന്ന് വിവരമുള്ള പറയാൻ തെളിവുണ്ടോ? പറ്റത്തില്ല. മുഹമ്മദ് ഒറ്റ തന്തയ്ക്ക് ജനിച്ചതാണെന്ന് ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറയാമോ? എനിക്ക് പറ്റും, എനിക്ക് പറ്റും, എങ്ങനെ പറ്റും? എനിക്ക് പറ്റും. നാട്ടുകാർ എന്തെങ്കിലും അവിടെ തെളിവ് ഉണ്ടായിരുന്ന കാര്യമുണ്ടെങ്കിൽ ജീവിച്ചിരുന്ന കുറേശികൾ പറയുന്നു മുഹമ്മദ് കുന്നിൻ ചെരുവിലെ ഈന്തപ്പനയാണ് എന്ന്. അത് നിങ്ങളുടെ തള്ളു. അല്ല, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഹദീസുകളിൽ വളരെ കൃത്യമായി അത് രേഖപ്പെടുത്തുന്നു. അത് അവിടെ മുഹമ്മദ് എഴുതിയത് ഇങ്ങനെയാണ്. ഒരു മുഹമ്മദ് കുന്നിൻ ചെരുവിലെ ഈന്തപ്പനയാണ് എന്ന്. നടന്നു വരുന്നത് പോലെയാണ് മുഹമ്മദ് നബി വീരു വീരു നടക്കുന്നത് വീരു എന്നാണ് ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്. കെൽ ബ്രദറെ കെൽ ബ്രദറെ കെൽ ബ്രദറെ ഇങ്ങനെ ആക്കിയെടുത്തു. വീരു ഞാനിവിടെ പുസ്തകത്തിന്റെ റെഫറൻസ് വെച്ചിട്ടാണ് ഒരു കാര്യം സ്ഥാപിച്ചത്. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ റെഫറൻസ് വെച്ചിട്ട് സംസാരിക്കും. നിങ്ങൾ ഉണ്ടോ? റെഫറൻസ് പറയുന്ന ഉണ്ടോ? ആ പുസ്തകം തന്നെ ഒറിജിനൽ പ്രിന്റ് ചെയ്ത പുസ്തകമായിട്ട് ഞാൻ അവിടെ വരാം, നിങ്ങളുടെ നാട്ടിൽ വരാം. ആ പുസ്തകത്തിൽ വന്നോളൂ അങ്ങനെ ഇല്ലെങ്കിൽ വന്നോളൂ 40,000 വീരുവേ, നീ ചോദിക്കുന്ന പൈസ ഞാൻ തരും. എന്നിട്ട് ഈ പണി ഞാൻ ഇവിടെ നിന്ന് നിർത്തും. വേണ്ട. അബൂ താഹിർ, നീ ഇന്നും പോയി കാബയിൽ പോയി നക്കാൻ പോകുന്ന ആ കറുത്ത കല്ല് നീ അബൂ താഹിറിന്റെ അപ്പിയാണ് നക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നത് കേക്ക്. നീ ഇന്നും പോയി അബൂ താഹിറിന്റെ അപ്പിയാണ് നക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ എവിടെയും പറയും. ഇല്ലെന്ന് തെളിയിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ഏത് ചോദിക്കുന്ന വിഷയവും ഞാൻ തരും. ഈ പണി ഞാൻ ഇവിടെ നിർത്തും. ഈ പണിയൊന്നും നിർത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പറയുന്ന പുസ്തകം അത് തന്നെയാണ് പറഞ്ഞത്. നിസാം അൽ മുൽക്ക് എഴുതിയ സിയാസത്ത് നാമ അല്ലെങ്കിൽ ദ ബുക്ക് ഓഫ് ദ ഗവൺമെന്റ് ഓർ റൂൾസ് ഫോർ ദ കിങ്സ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഞാൻ പറയുന്ന കാര്യം, നീ ഇന്ന് പോയി കാബയിൽ ചെന്ന് അബൂ താഹിറിന്റെ അപ്പി നക്കാൻ പോകുന്ന ആ വിഷയം അവിടെ ഇല്ലെങ്കിൽ, പേജ് നമ്പർ 230 ആ കാര്യം ഇല്ലെങ്കിൽ, നീ പറയുന്ന പൈസ ഞാൻ നിനക്ക് തരും. ഞാൻ വീരുവിന് പൈസ കൊടുക്കാം. വീര് പോയിട്ട് സൗദി പോയിട്ട് പറയണം, ഈ നിങ്ങൾ വൃത്തിയായിട്ട sunna.com ഉണ്ടാക്കി നിങ്ങൾ വൃത്തിയായിട്ട ചെയ്ത് വെച്ചാൽ തെളിയിക്കുന്നുണ്ട്. sunna.com-ലേക്ക് നമുക്ക് ജോസഫ് ബ്രദറെ sunna.com-ലേക്ക് നമുക്ക് പിന്നെ പോകാം. ഇത് മുസ്ലിങ്ങൾ തന്നെ എഴുതിയ പുസ്തകം, പ്രിന്റ് ചെയ്ത പുസ്തകം, പബ്ലിഷ് ചെയ്ത പുസ്തകം. എടാ നീ ചാടല്ലേ. നിനക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നീ പോയി പുസ്തകം മേടിച്ചോണ്ട് പോവാ. എന്നിട്ട് അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ല. വീരു ഇന്ന് ഹജ്ജിന് പോയാൽ അവിടെ പോയി കറുത്ത കല്ലിനെ നക്കുമ്പോൾ അബൂ താഹിറിന്റെ അപ്പി അല്ല നക്കുന്നത് എന്നുള്ള കാര്യം നീ പുസ്തകത്തിൽ നിന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നീ പറയുന്ന കാര്യം ഞാൻ ചെയ്യും. ഇനി എന്റെ സ്റ്റേറ്റ്മെന്റ് കൂടി പറയട്ടെ. അവിടെ ആ കല്ല് ആരും കൊണ്ടുപോയിട്ടില്ല, ആ കല്ലിനെ തൊടാൻ പറ്റിയിട്ടില്ല. നിനക്ക് എവിടുന്ന് കിട്ടിയത്? നിനക്ക് എവിടുന്ന് കിട്ടി? നിന്റെ സ്റ്റേറ്റ്മെന്റ് എവിടുന്ന് നിനക്ക് കിട്ടി? ഹു ആർ യു? നിന്റെ സ്റ്റേറ്റ്മെന്റ് നിനക്ക് എവിടുന്ന് കിട്ടി? അതായത് നിനക്ക് ഈ സ്റ്റേറ്റ്മെന്റ് എവിടെ നിന്ന് കിട്ടി? ഏത് പുസ്തകത്തിൽ നിന്ന് കിട്ടി? ഞാൻ എന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കി. ഏത് പഠനം? ഏത് പുസ്തകമാണ് നീ റെഫർ ചെയ്തത്? നിനക്ക് വായിക്കാൻ അറിയാമോ? ഞാൻ വായിക്കാതിരിക്കോ ചേട്ടാ. അപ്പൊ നിന്റെ പഠനത്തിൽ നീ ഏത് പുസ്തകമാണ് യൂസ് ചെയ്തത്? വീരുവേ, നിന്റെ പഠനത്തിൽ നീ ഏത് പുസ്തകമാണ് യൂസ് ചെയ്തത്? ഞാൻ പുസ്തകമേ യൂസ് ചെയ്തിട്ടില്ല. നിന്റെ പഠിത്തത്തിൽ നിന്ന് കിട്ടിയെങ്കിൽ പഠിച്ച പുസ്തകത്തിന്റെ റെഫറൻസ് പറ. എങ്ങനെ? അപ്പൊ നിനക്ക് നെറ്റ് എടുക്കാം. ഇതുവരെ നീ സൗദി ഹോസ്റ്റ് ചെയ്യുന്ന sunna.com ഇന്റർനെറ്റിൽ ഇരുന്നപ്പോ നീ അത് എടുക്കുന്നില്ല. ഇപ്പൊ നിനക്ക് നെറ്റ് എടുക്കാവുന്ന. എവിടെ നെറ്റിന്ന് എടുക്കും? നെറ്റിന്ന് എവിടെ എടുത്തു? ഏത് ഗൂഗിളിൽ നിന്ന്? എന്ത് ഗൂഗിളിൽ നിന്ന് എവിടെ നിന്ന് എടുത്തെന്ന്? ഗൂഗിളിൽ നിന്ന് എവിടെ നിന്ന് എടുത്തു അത് പറ. കൽബ് ഇബൻ ഖുത്തുമിന്റെ ഈ ഒരു വിവരക്കേട് എവിടെ? മുഹമ്മദിന്റെ പേരിനകത്ത് മുസ്തഫ എന്നുണ്ടോ? വിവരക്കേട് പറയല്ലേ. കൽബ് ഇബൻ ഖുത്തും, കൽബ് എന്ന് പറയുന്ന പട്ടി, കൽബ് ഇബൻ ഖുത്തും, പട്ടിയുടെ വർഗത്തിൽപ്പെട്ട ആ ഗോത്രത്തിൽപ്പെട്ട ഖുത്തും എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ മനുഷ്യന്റെ പറ്റി താങ്കൾക്ക് എവിടുന്ന് കിട്ടി? വീരുവിന് എവിടുന്ന് കിട്ടി? ഇത് പറയൂ. എവിടെ നിന്നാണ് കിട്ടിയത്? ഗൂഗിളിൽ നിന്ന് എവിടുന്ന് കിട്ടി? കൽബ് ഇബൻ ഖുത്തും എന്നാണ് മുഹമ്മദിന്റെ പേര്. അത് കുഴപ്പമില്ല. ആദ്യം ഇതിനെപ്പറ്റി പറ. കാബയിൽ ഇരിക്കുന്ന കറുത്ത കല്ല്, വീരു സൂക്ഷിച്ചു കേൾക്കണം, ഞാൻ പറയുന്നത് ഇനിയും സൂക്ഷിച്ചു കേൾക്കണം. കാബയിൽ ഇരിക്കുന്ന കറുത്ത കല്ല് അബൂ താഹിർ പൊളിച്ചോണ്ട് പോയി അപ്പിയിടാൻ വേണ്ടിയിട്ട് 20 വർഷം, ഏകദേശം 20 വർഷം അപ്പിയിടാൻ വേണ്ടി യൂസ് ചെയ്തു എന്ന് ഇസ്ലാമിക ഗ്രന്ഥകർത്താക്കൾ പറയുന്നു. നീ പറയുന്നു അങ്ങനെ പോയിട്ടില്ലെങ്കിൽ തെളിവ് വെച്ചിട്ട് പറ, ഏത് റെഫറൻസിൽ നിന്നാണ്? ആ കല്ല് ആരും കൊണ്ടുപോയിട്ടില്ല. AD 571 അതാണ് നിന്നോട് ചോദിച്ചത്. റെഫറൻസ് പറ വീരു, പുസ്തകം പറ. സ്ഥാപിച്ചതിന് ശേഷം Nobody cares about your opinion. താങ്കളുടെ ഒപ്പീനിയൻ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. പുസ്തകം പറയൂ. ബുക്ക് നെയിം ദ ബുക്ക്. പറഞ്ഞ മനസ്സിലായോ?
പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ മദർസയിൽ പഠിച്ചു, ഉസ്താദ് എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു, ഞാൻ ഇങ്ങനെയാണ് കേട്ടത്, ഞാൻ ഗൂഗിൾ ചെയ്തു. ഏതാ പ്രൂഫ് അറ്റ് ഗൂഗിൾ ഞാൻ ചെയ്തെന്ന്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഒന്ന് അടിച്ചു നോക്കിയേ. ഞാൻ ചുമ്മാ അടിച്ചതാ. ഞാൻ പുസ്തകമാണ് മേളിലിട്ടിരിക്കുന്നത്. അതൊക്കെ ഈ ബുക്കാണ്, അതൊക്കെ ആർക്ക് വേണം? എല്ലാ സഹോദരന്മാരും നിങ്ങളുടെ എല്ലാം മേളിലിട്ടിരിക്കുന്ന ബുക്കിനകത്ത് അതിന്റെ എല്ലാ നിങ്ങൾ സഹോദരന്മാരും ഒരു മിനിറ്റ് തരുമോ? വീരു ഞാൻ ഓഡിയൻസിനോടാ സംസാരിക്കുന്നത്. താങ്കളൊന്നും മിണ്ടാതിരുന്നേ. മ്യൂട്ട് ചെയ്ത് അവിടെ ഇരി. സഹോദരന്മാരെ, മേളിലിട്ടിരിക്കുന്ന പുസ്തകം എല്ലാവരും ആ ബുക്ക് ലിങ്കിനകത്ത് കയറുക. archives.org-കകത്ത് ഈ പുസ്തകത്തിനകത്ത് പേജ് നമ്പർ 230 എല്ലാവരും ഒന്ന് കയറിക്കുക. എല്ലാവരും താഴെ ഇരിക്കുന്ന ഇപ്പം നമ്മുടെ താഴെ സഹോദരന്മാർ ഏതാണ്ട് 110 സഹോദരന്മാരുണ്ട്. കുറഞ്ഞത് നിങ്ങളൊരു 100 പേരെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടുക. ഈ പുസ്തകത്തിനകത്ത് കയറിയിട്ട് പേജ് നമ്പർ 230 പേജ് എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്തേ. ഇവനോടും ഓപ്പൺ ചെയ്യാൻ പറ. അവനും ചെയ്യുമല്ലോ, അവനും ചെയ്യും, വീരവും ചെയ്യും. എല്ലാവരും ഈ പേജ് നമ്പർ 230, ഇംഗ്ലീഷ് വായിക്കാൻ കഴിവുള്ള സഹോദരന്മാർ നമ്മുടെ ഇവിടെ ഉണ്ട്. എല്ലാവരും 230 പേജിൽ എത്തിയിട്ട് നിങ്ങൾ ആ ഭാഗം, ഞാൻ പറയുന്നത് പോലെ തന്നെ ആ ഭാഗത്തിനകത്ത് അബു താഹിർ, ഞാനതിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ പാരഗ്രാഫും പറഞ്ഞുതരാം. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ 4-ാമത്തെ ലൈനും 5-ാമത്തെ ലൈനിലും ഞാൻ പറയുന്ന കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയണം. 4-ാമത്തെ ലൈനും 5-ാമത്തെ ലൈനും അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. 3-ാമത്തെ ലൈൻ തൊട്ട് തുടങ്ങാം. ഹി അലൗഡ് കമേഴ്സ് വിത്ത് സിസ്റ്റേഴ്സ്, മദേഴ്സ്, ഡോട്ടേഴ്സ്. ഹി ബ്രോക്ക് ദ ബ്ലാക്ക് സ്റ്റോൺ ഇൻ ടു. ഏതാ അവൻ? അബു താഹിർ ഈ കറുത്ത കല്ലിനെ 2 കഷണമാക്കി. ബ്രോക്ക് ദ ബ്ലാക്ക് സ്റ്റോൺ ഇൻ ടു 2 ആൻഡ് പുട്ട് ദ പീസ് ഓൺ ദ 2 സൈഡ് ഓഫ് ദ ലാട്രിൻ പിറ്റ്. എന്നിട്ട് ഈ കറുത്ത കല്ലിന്റെ 2 കഷണങ്ങളും ടോയ്ലറ്റിൽ ലാട്രിനിൽ 2 ഭാഗത്ത് വെച്ചു. കാല് വെക്കുന്ന 2 ഭാഗത്ത് വെച്ചു. വെൻ ഹി സ്ക്വാട്ടഡ് ഓവർ ദ പിറ്റ്, പുള്ളി അപ്പിയിടാൻ വേണ്ടി താഴോട്ട് ഇരുന്നപ്പോൾ, ഹി പുട്ട് ഹിസ് ഫീറ്റ് ഓൺ ഈച്ച് ഹാഫ് ഓഫ് ദ സ്റ്റോൺ. ഈ കാല് 2 ഭാഗത്തും ഈ ഹജറുൽ അസ്വദിന്റെ ഈ കല്ലിന്റെ 2 ഭാഗത്തും വെച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ? ആണെങ്കിൽ നിങ്ങൾ 1 എന്നിടുക. അല്ല ഞാൻ പറയുന്നത് കള്ളമാണ് എങ്കിൽ, അങ്ങനെ ആ പുസ്തകത്തിനകത്ത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് 2 എന്നിടാം. ഓക്കെ, എല്ലാവരും പ്ലീസ് നിങ്ങൾ വായിച്ചു നോക്കി. പേജ് നമ്പർ 230, 230, പേജ് നമ്പർ 230. വിക്ടർ ഹാരി ബ്രദറെ, പേജ് നമ്പർ 230, ലൈൻ 3, 4, 5. ഞാൻ പറഞ്ഞ കാര്യം സത്യമാണോ ഇല്ലയോ? അബു താഹിർ ഇന്ന് മുസ്ലിങ്ങൾ നക്കാൻ പോകുന്ന ഈ കറുത്ത കല്ല് അബു താഹിർ അപ്പിയിടാൻ വേണ്ടി യൂസ് ചെയ്തോ ഇല്ലയോ? ഞാൻ മേളിയേന്ന് വായിക്കാം. നമ്മുടെ എത്ര സൗകര്യമായിട്ടിരിക്കുന്നത് നോക്കിയാൽ, മൈലോഡ് ബ്രദർ, ക്രിസ്ത്യൻ 11, റെസിസ്റ്റർ അഹ്വ എമറ്റ് ഫോർ ക്രൈസ്റ്റ്, ജോസഫ് ലോലപ്പൻ, AXA, RS സിസ്റ്റർ, കെൽഫ് കാത്തിം, ഞാൻ അള്ളാഹു, സാജു കീരാൻ, സത്യ ബ്രദർ, രാജു പോള്, അതുപോലെ തന്നെ ഡെഫ് ലെപ്പാഡ്, ബോയ് പാസ്റ്റർ, ഫ്രീ സോൾ, മോഹൻ രാജ് ബ്രദർ, മൈക്കിൾ സത്യ ബ്രദർ, ജോൺ വർഗീസ് ബ്രദർ, സാബു അവറാം, ഗോഡ്സൺ ബ്രദർ, ദാനി ബ്രദർ, ആട് തിന്ന ആയത്ത് ബ്രദർ, ജെർഷോം ബ്രദർ, JVK PDN ബ്രദർ, ലീ സിസ്റ്റർ, വിക്ടർ ബ്രദറും വായിച്ചു. ഇപ്പം വിക്ടർ ബ്രദർ ഇട്ടു. രജി മച്ചാൻ ബ്രദർ ഇട്ടിട്ടുണ്ട്. മിനിസ്റ്റർ ഓൺലൈൻ ബ്രദർ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് സാമുവൽ 7:12 ഇവരെല്ലാവരും അത് ഇട്ടിട്ടുണ്ട്. വീരുവും അത് ഇട്ടു. ഫൈനലി ആരിട്ടു? അല്ല, വീരു അത് ഇട്ടെന്ന്. വീരു ജോസഫ് ബ്രദറെ അത് വായിക്ക്. വീരു ഇട്ടെന്ന്. അതിന്റെ അടിയിൽ ഒരു വാക്കുകൂടി എഴുതിയിട്ടുണ്ട്, സ്വപ്നത്തിൽ. ഇന്നത്തെ ഹൈലൈറ്റ് കണ്ടോ നിങ്ങള്? ഹൈലൈറ്റ് എല്ലാവരും നമ്പർ മാത്രമേ ഇട്ടുള്ളൂ. വീരു പക്ഷേ അത് അവിടെ ഒന്നും നിന്നില്ല. വീരു അത് കോപ്പി ചെയ്തിട്ടു. എന്തോ ഭയങ്കര ശബ്ദം ബോയ് ബ്രദറെ, ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ശബ്ദം. ബോയ് ബ്രദറെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം വരുന്നല്ലോ. ഹീറോ, നീ ഞങ്ങളുടെ മുത്താടാ, ചങ്കാണ്. നീ ഈ ക്ലബ് ഹൗസിൽ നിന്ന് പോരുതിട്ടാ, ഞങ്ങളുടെ റൂമിൽ നിന്ന് പോരും. ഇവിടെ ഉണ്ടാവണോട്ടോ. ഇനി ഒന്ന് പറഞ്ഞേ. വരൂ ബോയ് പാസ്റ്റർ എന്തോ പറയാൻ വരുന്നു. 1 മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ആ സെന്റൻസ് അതുപോലെ വീര് വിട്ടത് വായിക്കാം. ഹി അലൗഡ് sisters, mothers, daughters. He broke the black stone into 2 and put the pieces on the 2 sides of a latrine pit. When he squatted over the pit, he put his feet one on each half of the stone. He commanded public crushing of the prophets
എങ്ങനെയുണ്ട്? ഈ നസ്രിൻ ഇത്രയും നേരം വായിച്ചതാണ് താങ്കൾ കോപ്പി ചെയ്തിട്ടത്. ഞങ്ങളെ ഇട്ട ഒന്നെല്ലാം വെറുതെ ആയിപ്പോയി വീരു. താങ്കളുടെ ആ സീലാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു. വീരുവേ നീ ചങ്കാടാ, നീ പൊന്നാടാ, സത്യം. നീ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നീ ഒരു പൊളി സാധനം പിന്നെയും തന്നു. ഇത് ഞാൻ കട്ട് ചെയ്ത് ഞാൻ വീഡിയോ ആക്കും വീരു. ഇത് സാധനം എനിക്ക് ഞാൻ പുല്ലാണത്. ആ ഞാൻ സഹോദരനോട് സത്യം സ്പെഷ്യലി സത്യം ആ വിട്ട് സഹോദരനോട് പറഞ്ഞതാണ്. സ്പെഷ്യലി നിങ്ങൾ ഞാൻ ഇവിടെ പറയും. വന്നിട്ടേക്ക് ദേ എന്റെ കേക്ക് കേക്ക് സ്വപ്നത്തിൽ നിന്ന് ഒരു ആ വാക്ക് സഹോദരനോട് സ്പെഷ്യലി ഞാൻ പറയും, ചാറ്റ് ബോക്സിന്റെ പോർഷൻ കാണിച്ചുകൊണ്ട് വേണം വീഡിയോ ഉണ്ടാക്കാൻ. സ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ഈ അയ്യോ കാര്യം പറയത്തുള്ളൂ. വിവരമില്ലാത്ത ആൾക്കാര്. ഞാൻ ഇനി അതിന്റെ കേട്ടോ, ഇത് നമ്മളെ മലയാളത്തിൽ ഞാൻ എന്റെ വായിക്കാം. സ്വപ്നത്തിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. നസ്രിൻ ബ്രദറെ, നമ്മൾ ഈ മലയാളത്തിൽ ഞാൻ വായിക്കാം. സിനിമയൊക്കെ സ്വപ്നത്തിൽ കാണുമ്പോൾ നടന്നതാണ്. നമ്മൾ ആ ഈ ഒറിജിനലായിട്ട് സിനിമയൊക്കെ നടന്നതല്ല കാണുമ്പോഴത്തേക്കിന് അതിന്റെ ക്രെഡിറ്റ് അർത്ഥം. നോക്കത്തില്ല നസ്രിൻ ബ്രദറെ. ക്രെഡിറ്റ് ക്രെഡിറ്റ് ആ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അത് വീരു വെള്ളം നോക്കണം കേട്ടോ. അതെ 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 അതെ, ഞാനത് മലയാളത്തിൽ വായിക്കാം. സഹോദരിമാർ, അമ്മമാർ, പെൺമക്കൾ എന്നിവരുമായി വാണിജ്യം അനുവദിച്ചു. അവൻ കറുത്ത കല്ല് രണ്ടായി തകർത്തു, കഷണങ്ങൾ ഒരു കക്കൂസ് കുഴിയുടെ ഇരുവശത്തും ഇട്ടു. അവൻ കുഴിയിൽ പതുങ്ങിയിരിക്കുമ്പോൾ കല്ലിന്റെ ഓരോ പകുതിയിലും കാൽ വെച്ചു. അവൻ പ്രവാചകന്മാരെ പരസ്യമായി ശപിക്കാൻ കൽപ്പിച്ചു. എല്ലാരും കേട്ടല്ലോ? വീരു ബ്രദറെ ഇത് ഇത് വീരു ഇത് സത്യാബ്രതർ ഇട്ടത് ബ്രദറെ അങ്ങനെ തന്നെയാണ്. ഈ കമന്റിൽ ഇത് ഇട്ടു. സഹോദരിമാര് സ്വപ്നത്തിൽ നിന്ന് മാത്രമേ ബ്രദറെ എഴുതിയിട്ടുള്ളൂ. വീരു ലീ സിസ്റ്റർ ഒരു കാര്യം അത് പറയാം. വായിക്കാൻ മിണ്ടാരി എന്താ? മിണ്ടാരി അതെ മിണ്ടാരി ഇത് മിണ്ടാരി അത് മിണ്ടാരി. എന്റെ അഭിപ്രായം സ്വപ്നത്തിൽ സഹോദരിമാരും നടന്നതാണ്. അമ്മമാരും മക്കളുമാരുമായിട്ടുള്ള കൊമേഴ്സ് എന്തുവാ? പരിപാടി ഹാവ് ഇന്റർകോഴ്സ് വിത്ത് ദം. സോ പുള്ളി അത് അനുവദിച്ചു. പുള്ളി ഹി ഫോഴ്സ്ഡ് ദം ടു ഹാവ് ഇന്റർകോഴ്സ് വിത്ത് സിസ്റ്റേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. ഓൾറെഡി അനുവദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇസ്ലാമിൽ ഓൾറെഡി അനുവദിച്ചതാണ്. എന്നാലും പോട്ടെ, ഇവര് ഇതെല്ലാം ഇപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. കഷ്ടാണ്. ഇത് വീണ്ടും എഴുതി വെച്ചല്ലോ വീരു. എനിക്കിത്തിരി നസ്രിൻ ബ്രദർ വിഷമം അങ്ങനെ തോന്നി ഒരു കുറച്ച് സംഭവം മുമ്പ് I വീരുവിനെ have മരപ്പോട്ടം proved, എന്നൊക്കെ വിളിച്ചപ്പോ. Lee sister, അല്ല I have proved അല്ല my point. Audience proved my point. But ഹൈലൈറ്റ് അതൊന്നും അല്ല. ഓഡിയൻസ് പ്രൂവ് ചെയ്തല്ല ഹൈലൈറ്റ്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീരു അവിടെ ആ സെയിം കാര്യം കമന്റിൽ ഇട്ടതാണ് ഹൈലൈറ്റ്. മനസ്സിലായില്ല? അത് ഞാൻ ഇട്ടത് അതെ താങ്ക് യു സത്യാബ്രതർ വീരു. വീരു ഇട്ടതിന് നേരെ വീരു താങ്ക് ഫോർവേഡ് യു വീരു. ചെയ്തതാണ്. വീരു താങ്ക് യു മനസ്സിലായില്ലേ? വീരു. വീരു അതായത് താങ്ക് യു വീരു. ഞാനിട്ടത് വീരുവിന്റെ നാളെ അഭിപ്രായം വീരുവിന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അവന് ചാറ്റിലിട്ട് നിങ്ങൾ അത് അംഗീകരിക്കുക. അവന് പറയാനുള്ള അതാണ്, വിഷമം. അത്രേ ഉള്ളൂ. എന്റെ അഭിപ്രായം അല്ലാതെ സത്യാബ്രതറിന്റെ അഭിപ്രായം ഞാൻ അത് അത് കോപ്പി കുഴപ്പമില്ല, അത് എടുത്തിട്ട് കുഴപ്പമില്ല, അതിങ്ങനെ സ്വപ്നത്തിൽ അത് മാത്രമേ കുഴപ്പമില്ല. ഉള്ളൂ. വീരു ഇനി പറഞ്ഞു പോയി, ഇനി എഴുതി പോയി, ഇനി അത് എടുക്കാൻ തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. തിരിച്ചെടുക്കാൻ ഞാൻ പറ്റത്തില്ലല്ലോ. എഴുതിയിട്ടല്ല, എനിക്ക് അങ്ങനെ എഴുതാനൊന്നും അറിയാൻ പാടില്ല. വീണ്ടും ഇപ്പൊ proving പറയാം that ഞാൻ you are എഴുതിയതല്ലെന്ന്. certified donkey. ഇപ്പൊ പറയാം ഞാൻ Certified donkey. എഴുതിയതല്ലെന്ന്. ഞാൻ അവൻ ആ എഴുതിയതല്ല. ഭാഗം വായിച്ചിട്ട് ആ ഭാഗം എനിക്കറിയാമോ? കോപ്പി ചെയ്തിട്ട് അവൻ തന്നെ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ട് ഇപ്പൊ പറയുമോ എനിക്ക് വായിക്കാൻ അറിയത്തില്ല, ഞാൻ എഴുതിയതല്ലെന്ന്. അല്ലല്ല, സത്യാബ്രതർ ഇട്ട സാധനം ഞാൻ കോപ്പി ചെയ്തിട്ട് അതിന്റെ അടിയിൽ അത് കുഴപ്പമില്ല, ഇതൊക്കെ സ്വപ്നത്തിൽ നടന്ന അത് കാര്യമാണ് അത് ഞാൻ കുഴപ്പമില്ല, എഴുതിയത്. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. നീ ഓർമ്മ എന്താണെങ്കിലും നീ അവിടെ എന്നാലും ഇട്ടോ. നീ ഇട്ടല്ലോ. എന്നാലും നീ അവിടെ ഇട്ടു. അതാണ് വീരു. കോപ്പി താങ്ക് ചെയ്യോ യു. കോപ്പി നീ ചെയ്യാതെ ക്രിസ്ത്യൻ ടൈപ്പ് ബ്രദറിന്റെ നീ ഇട്ടല്ലോ, ആ അത് മതി നമുക്ക്. കൊട്ടേഷന് യോജിച്ച ആളാണ്. സർട്ടിഫൈഡ് ഡോങ്കി. നത്തിങ് എൽസ്. ഇത് ചുമ്മാ നുണ ഇനി പറഞ്ഞിട്ടുണ്ടാക്കുന്നതാണ്. മുന്നിലോട്ട് പോവാം. എന്തോ ഇത് എന്താ ഇങ്ങനെ പറയാ? ഒരു സംഭവം നടന്നിട്ടില്ല. എന്റെ അത് പൊന്ന് കുഴപ്പമില്ല. എന്റെ പൊന്ന് വീര് പറഞ്ഞല്ലോ എന്റെ നടന്നത്. അവിടെ കൊണ്ടുപോകാനോ ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. എന്റെ പൊന്നു വീര് വെള്ളം, താങ്കൾ അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ താങ്കൾക്ക് അവിടെ രണ്ടിട്ടാ പോലെ. താങ്കൾ അത് കോപ്പി ചെയ്തിട്ടത്. വീരുവിന്റെ ഗർഭം ഇതുപോലെ ഒന്നും അല്ല. ഇത് എന്റെ അല്ലല്ല, ഞാൻ ഗർഭം അല്ലെന്ന് പറയുന്നത്. വീരു സത്യാബ്രതർ എഴുതി വിട്ട സാധനം ഞാൻ ആദ്യം തന്നെ കൊണ്ടുപോയി ഗൂഗിളിൽ സത്യാബ്രതർ അവിടെ നോക്കി. വണ്ണെന്നിട്ടതേ ഉള്ളൂ. സത്യാബ്രതർ എഴുതി വിടുക. വീരു അവിടെ അടങ്ങിയിരി. വീരു അവിടെ കിടക്കണ്ടോ എന്ന് നോക്കിയേ സത്യാബ്രതറിന്റെ. ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ കോപ്പി ചെയ്തിടാം. അല്ല, നോക്കിക്കുന്നു. പേഴ്സണലി പറയണ വീരു, ഒന്നും കൂടെ സ്നേഹം മാത്രമേ ഉള്ളൂ. വീരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കൂടെ വീരോട് കോപ്പി സ്നേഹം ചെയ്തിട്ട്. മാത്രമേ ഉള്ളൂ. വീരു ഇവിടെ വേണം. വീരു അതാണ് സത്യാബ്രതർ ഇട്ടിട്ടുള്ള വീരു പറഞ്ഞോ. എവിടെ ഇല്ലെങ്കിൽ ഇപ്പൊ നോക്കിക്കേ, ഒരു 115 പേര് വീരുവിനെ കേൾക്കാൻ വേണ്ടിട്ട് ഇത്രയും പേര് ഇവിടെ വന്നത് തന്നെ വീരുവിന്റെ ഈ വിവരക്കേടൊക്കെ വീരു പറയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേൾക്കും? ഈ മനസ്സിൽ ഈ നസീം ബ്രദറെ തലയ്ക്കകത്ത് ഇത്രയും കാര്യങ്ങൾ ഇരിക്കുവല്ലേ, ഈ വീരുവിന് എന്താ വിവരക്കേടൊക്കെ വെളി വിവരക്കേടില്ല. വരണ്ടായോ? ഇസ്ലാമിനെ വീരു കുറിച്ചല്ല. വീരു ഒരു കാര്യം നിങ്ങൾ ഇവിടെ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ആ ചോദിക്കാമെന്ന് ചോദിച്ചോ. ശരി ചോദിക്കാം എപ്പോ ചോദിക്കാം. വീരു, ഇത് ഈ ബൈബിളിൽ നിന്ന് കണ്ടതും കേട്ടതും ഒക്കെ ഓർമ്മയില്ലാത്തതും ഒക്കെ കോപ്പി അടിച്ചെഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു മുഹമ്മദിന്. അതാണ് ഖുറാൻ ഇത്ര വിരൂപം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വികലമായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ കോപ്പി അടിക്കുന്ന ഒരു ശീലം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊക്കെ വന്നു കിട്ടിയതാണെന്ന് തോന്നുന്നു. അത് നോക്കിയിട്ട് അത് വായിച്ചിട്ട് താങ്കൾക്ക് അതിനോട് വിരോധമുണ്ടെങ്കിൽ താങ്കൾ അവിടെ രണ്ടെണ്ണം ഇട്ടാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ വീരു എന്ത് ചെയ്തു? അതിനെ കോപ്പി ചെയ്തിട്ടത് മൂലം മുഹമ്മദിന്റെ തനി സ്വഭാവമാണ് ഇപ്പൊ കാണിച്ചത്. വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഖുറാനിൽ കൊണ്ട് കുത്തിക്കേറ്റി. അങ്ങനെയൊന്നും എന്താണെങ്കിലും വീരു, ഇനി ഹജ്ജിന് പോയി ആ കാബയിലെ കറുത്ത കല്ല് നക്കുമ്പോൾ അബൂ താഹിറിന്റെ അപ്പി ഓർമ്മ വേണം.